നമ്മുടെ ഫോണിൻ്റെ സ്റ്റോറേജ് പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി ഒരുപാട് വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. പല വീഡിയോ വ്യത്യസ്തമായിട്ടുള്ള വീഡിയോകളായതുകൊണ്ട് തന്നെ അതൊക്കെ നിങ്ങൾ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങളുടെ ഫോണിൻ്റെ സ്റ്റോറേജ് ഒരു വിധത്തിൽ നിങ്ങൾക്ക് പരിഹരിക്കാൻ സാധിക്കും. നമ്മളൊക്കെ സാധാരണ നമ്മുടെ ഫോണിനകത്തുള്ള ഫയലുകൾ ചെക്ക് ചെയ്യും. അതായത് നമ്മുടെ ഗാലറി ഓപ്പൺ ചെയ്ത് വീഡിയോസുകൾ ഡിലീറ്റ് ചെയ്യും, അതുപോലെ തന്നെ ഫോട്ടോസുകൾ ഡിലീറ്റ് ചെയ്യും. എന്നാൽ അതൊന്നുമല്ലാതെ നമ്മുടെ ഫോണിനകത്ത് സ്റ്റോറേജ് കിടക്കുന്ന 1-2 സെറ്റിങ്സുകൾ കൂടി നമ്മുടെ ഫോണിനകത്തുണ്ട്. അത് പല ആളുകൾക്കും അറിയില്ല. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ആ സെറ്റിങ്സ് കൂടെയാണ് പരിശോധിക്കുന്നത്. വീഡിയോ മുഴുവനായിട്ട് കാണാൻ നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഈ ഇൻഫർമേഷൻ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യാണ്. കാരണം ഗൂഗിളിനകത്ത് നമ്മൾ പല കാര്യങ്ങളും സെർച്ച് ചെയ്യുന്നുണ്ട്. ഈ സെർച്ച് ചെയ്യുന്ന ഡീറ്റെയിൽസുകളാണ് നമ്മൾ ഇത്തരത്തിൽ സ്റ്റോറായി കിടക്കുന്നത് നമ്മുടെ ഫോണിൽ. ഗൂഗിളിനകത്ത് നമ്മൾ അറിയാതെ കിടക്കുന്ന ഇത്തരം സ്റ്റോറേജുകളും നമ്മുടെ ഫോണിനകത്താണ് കിടക്കുന്നത്. അതുകൊണ്ട് അതുകൂടെ നമ്മൾ ക്ലിയർ ചെയ്ത് കളഞ്ഞാൽ അപ്പോഴാണ് നമ്മുടെ സ്റ്റോറേജ് പ്രശ്നം നമുക്ക് പരിഹരിക്കാൻ സാധിക്കുക. അപ്പോൾ അത് ഏതാണ് സെറ്റിങ്സ് ഞാൻ കാണിച്ചു തരാം. നമ്മുടെ ഗൂഗിൾ ക്രോം ഇതുപോലെ ഓപ്പൺ ചെയ്യുക. ഏറ്റവും മുകളിൽ 3 ഡോട്ട് കാണും, അത് ക്ലിക്ക് ചെയ്യുക. സെറ്റിങ്സ് എന്നുള്ള ഭാഗത്ത് നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. താഴെ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ കാണാൻ നിങ്ങൾക്ക് സൈറ്റ് സെറ്റിങ്സ് എന്നുള്ളൊരു ഓപ്ഷൻ, ഇത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ ഏറ്റവും മുകളിൽ നിങ്ങൾക്ക് ഓൾ സൈറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ കാണും, അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഫോണിനകത്ത് നമ്മൾ ഓരോ വെബ്സൈറ്റിൽ കയറുമ്പോഴും നമ്മുടെ കുക്കീസുകൾ സേവ് ആകുന്നുണ്ട്. ഇതൊക്കെ നമ്മുടെ ഫോണിനകത്ത് നമ്മൾ അറിയാതെ കിടക്കുന്ന സ്റ്റോറേജാണ്. അപ്പോൾ നമ്മളിതോടെ ഏറ്റവും മുകളിൽ ഡിലീറ്റ് ബ്രൗസിംഗ് ഡാറ്റ എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ താഴെ ഭാഗത്ത് ഡിലീറ്റ് ഡാറ്റ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ ശ്രദ്ധിക്കുക. ഇവിടെ ടിക്ക് മാർക്ക് ക്ലിക്ക് ചെയ്യാനുള്ള ഒരുപാട് ഓപ്ഷൻസുകളുണ്ട്. ഇത് ടിക്ക് മാർക്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ പാസ്വേഡുകൾ പല അക്കൗണ്ടുകൾക്കും ലോഗിൻ ചെയ്ത പാസ്വേഡുകൾ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഇവിടെ സേവ്ഡ് പാസ്വേഡ് എന്നുള്ള ഈ ഭാഗത്ത് അൺടിക്ക് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ആവശ്യമുള്ള നിങ്ങളുടെ ഹിസ്റ്ററികളൊക്കെ, അതായത് നിങ്ങൾ ഏതൊക്കെ വെബ്സൈറ്റിൽ കയറി എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽസൊക്കെ വേണമെങ്കിൽ ഇത്തരത്തിൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. ഇങ്ങനെയൊക്കെ സെലക്ട് ചെയ്ത ശേഷം ആവശ്യമുള്ളതെല്ലാം അൺടിക്ക് ചെയ്ത് ബാക്കിയുള്ളതെല്ലാം സെലക്ട് ചെയ്ത ശേഷം നിങ്ങൾ മുകളിൽ ഇവിടെ ലാസ്റ്റ് ഹവർ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, ഇത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ 15 മിനിറ്റ്, 1 മണിക്കൂർ, 24 മണിക്കൂർ, 7 ദിവസം, 4 ആഴ്ച, അതുപോലെ തന്നെ ഏറ്റവും ഓൾ ടൈംസ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ഇത് ഓൾ ടൈംസ് എന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇതുവരെ നിങ്ങൾ ഫോൺ വാങ്ങിയത് മുതലുള്ള മുഴുവൻ ഡാറ്റയും ഇതങ്ങ് ക്ലിയർ ചെയ്ത് തരും. ഇങ്ങനെ ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റോറേജ് പ്രശ്നം പരിഹരിക്കാനും മാത്രമല്ല മൊബൈൽ ഫോൺ ഹാങ് ആകുന്ന പ്രശ്നമൊക്കെ ഇതിലൂടെ പരിഹരിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മൾ ഇവിടുന്ന് ഇപ്പോൾ ഈ ഡിലീറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് നമ്മൾ ഇവിടുന്ന് ഡിലീറ്റ് ചെയ്താലും നമ്മൾ ഈ സെറ്റിങ്സ് ഭാഗത്തേക്ക് വന്നാൽ ഇവിടെ ഏറ്റവും താഴെ ഭാഗത്തേക്ക് വന്നാൽ, അതായത് നമ്മൾ ഇതേ സെറ്റിങ്സ് തന്നെ ഈ സൈറ്റ് സെറ്റിങ്സ് തന്നെ ഏറ്റവും താഴെ ഭാഗത്തേക്ക് വന്നാൽ ഇവിടെ കാണാൻ ഡാറ്റ സ്റ്റോർഡ് എന്നുള്ള ഒരു ഓപ്ഷൻ. നമ്മൾ ഡിലീറ്റ് ചെയ്താൽ ഇവിടെ കിടക്കും. അതെല്ലാം ഡാറ്റ സ്റ്റോർ, നമ്മൾ ഏതൊക്കെ വെബ്സൈറ്റിൽ കയറിയെന്നും അത് എത്ര MB യൂസ് ചെയ്തു എന്നുള്ളതൊക്കെ ഇവിടെ വലത് ഭാഗത്ത് കാണാൻ സാധിക്കും. ഇത് നമ്മൾ ക്ലിയർ ഓൾ ഡാറ്റ എന്നുള്ള ഈ ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ സാധിക്കും നമുക്ക് ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ. ഇവിടെ താഴെ ഡിലീറ്റ് ബട്ടൺ ക്ലിക്ക് കൊടുക്കുക. ഇങ്ങനെ ഡിലീറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, നിങ്ങൾ എവിടേക്കാണോ സൈൻ ചെയ്ത് ലോഗിൻ ചെയ്ത വെബ്സൈറ്റുകളോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ലോഗൗട്ട് ആയി പോകും, വീണ്ടും പാസ്വേഡ് ടൈപ്പ് ചെയ്യേണ്ടി വരും. അപ്പോൾ അത്തരം സൈറ്റുകൾ പ്രത്യേകം ശ്രദ്ധിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ ഡിലീറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഏറ്റവും അവസാനം ഓട്ടോമാറ്റിക്കലി റിമൂവ് പെർമിഷൻ എന്നുള്ള ഒരു ഓപ്ഷൻ. ഇത് നിങ്ങൾ ഓൺ ചെയ്ത് കൊടുക്കുക. അതായത് നിങ്ങൾ ഓരോ വെബ്സൈറ്റിലേക്ക് കയറുമ്പോൾ ഓരോ പെർമിഷൻ കൊടുക്കും, നമ്മളറിയാതെ കൊടുക്കുന്ന ഓരോ പെർമിഷൻ ആയിരിക്കും. അല്ലെങ്കിൽ ആ ഒരു വെബ്സൈറ്റ് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് പെർമിഷൻ ആവശ്യമാണ്. ഇങ്ങനെ നമ്മൾ കൊടുക്കുന്ന പെർമിഷൻസ് നമുക്കൊരു നിശ്ചിത സമയം കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഗൂഗിൾ തന്നെ റിമൂവ് ചെയ്യും. കാരണം നമ്മുടെ കോൺടാക്റ്റ് എടുക്കാനും നമ്മുടെ ഗാലറിയിലുള്ള ഫോട്ടോ എടുക്കാനുള്ള പെർമിഷൻസൊക്കെ കൊടുത്തിട്ടുണ്ടാകും. അപ്പോൾ അതെല്ലാം നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഗൂഗിൾ തന്നെ റിമൂവ് ചെയ്ത് തരും. അതിനുവേണ്ടി ഓട്ടോമാറ്റിക്കലി റിമൂവ് പെർമിഷൻ എന്നുള്ള ഭാഗത്ത് നിങ്ങൾ എനേബിൾ ചെയ്ത് കൊടുക്കുക. ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ മതി. നിങ്ങളുടെ ഫോണിനകത്തുള്ള ഹാങ് ആകുന്നതും അതുപോലെ തന്നെ സ്റ്റോറേജ് പ്രശ്നവും സെക്യൂരിറ്റി പ്രശ്നമൊക്കെ പരിഹരിക്കാൻ ഈ സെറ്റിങ്സുകൾ നിങ്ങളെ സഹായിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള വ്യത്യസ്ത അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.